ഹായ് ഹലോ. ഇപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഞാൻ കുറേ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു സ്ഥാപനം പൂട്ടിയപ്പോൾ മതിയായല്ലോ എന്നൊക്കെ. അപ്പോൾ അതിനകത്ത് കുറേ കമൻ്റൊക്കെ വരുന്നുണ്ട്. അച്ചുവിൻ്റെ ജോലി പോയി, ഓ അത് നല്ല കാര്യം, വളരെ നല്ല കാര്യം, അവൾക്ക് അങ്ങനെ തന്നെ വേണം, പിന്നെ കൺമണി എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് എന്തോ ആ സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ ഇല്ല, FIR രജിസ്ട്രേഷൻ ഇല്ല. അപ്പം അത്യാവശ്യം ഇതിനകത്ത് കമൻ്റ് ഇടുന്ന ഒരു ബോധമുള്ളവർ FIR രജിസ്ട്രേഷൻ ഓൺലൈൻ സ്ഥാപനങ്ങൾക്ക് ബാധകമല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് രജിസ്റ്റർ ചെയ്യാത്തൊരു സ്ഥാപനമാണെങ്കിൽ ഈ സ്ഥാപനം പുതുതായിട്ട് വെബ്സൈറ്റിലാണ് കയറിയിരിക്കുന്നത്. വെബ്സൈറ്റിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാത്തൊരു സ്ഥാപനം കയറുന്നത്? മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കാര്യം, അവർക്ക് നഷ്ടം വന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഒരു കാരണവശാലും നഷ്ടം വരത്തില്ല. വെബ്സൈറ്റിൽ പോകുന്നതോടെ ഈ സ്ഥാപനത്തിൻ്റെ ഇത് ഇവർക്ക് മറ്റുള്ളവർക്ക് എന്താ പറയുന്നത്, ശമ്പളം കൊടുക്കണ്ട, ഒരു സ്ത്രീയുടെയും കാര്യം നോക്കണ്ട, അവർക്ക് ഫുഡ് കൊടുക്കണ്ട, അവരോട് വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട, അവരുടെ സമയം കാര്യങ്ങളും എല്ലാം ലാഭമായി. ഇപ്പം നഷ്ടം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ ഞാൻ പറയാം, അവിടെ ജോലി എഴുതുന്ന കുറേ കുട്ടികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. സിമ്പിളായിട്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം. ജോലി നഷ്ടപ്പെട്ടു. ഓൺലൈനിൽ ഈ യൂട്യൂബിൽ കുറേ ടീമുകൾ കിടപ്പുണ്ട്, നല്ല കൊട്ടേഷൻ എടുത്തിട്ടുള്ള ടീമുകൾ. അവർക്ക് ഈ പറയുന്ന ഓൺലൈൻ, അതായത് ഈ പറയുന്ന യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള മെമ്പേഴ്സിനെ ഇവർക്ക് നഷ്ടപ്പെടും. വെബ്സൈറ്റിൽ ഒരിക്കലും അങ്ങനെ നഷ്ടപ്പെടത്തില്ല. ഇവരുടെ സ്ഥാപനത്തിൽ കൊടുക്കുന്ന ഓരോ പ്രോഡക്റ്റും നല്ല ലാഭത്തിലുള്ള സാധനമാണ്. ഇപ്പം നഷ്ടം ഇതിനകത്ത് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾക്കും, അല്ലെങ്കിൽ ഇതിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന കുറേ കുട്ടികൾക്കും, അതുപോലെ അതിൽ നിന്ന് ഈ സ്ഥാപനം വില കുറച്ച് സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സിന് മാത്രമാണ്. എന്തിനാണ് ഈ പൊട്ടത്തരങ്ങൾ വന്നിരുന്ന് പറയുന്നത്? എന്നിട്ട് അവർക്ക് രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ഉടനടി കേസെടുക്കേണ്ട വിഷയമല്ലേ? അത് FIR എന്ന് പറയുന്ന ഒരു ഇത് ഞാൻ അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഒരു കുട്ടി വന്നിട്ട് ഇരുന്ന് എഴുതുകയാണ് FIR എന്ന് പറയുന്ന രജിസ്ട്രേഷനിൽ. FIR രജിസ്ട്രേഷൻ ഓൺലൈൻ ഇതിന് ബാധകമല്ല. ഞാൻ തപ്പി നോക്കിയായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ എഴുന്നള്ളുന്നതിന് മുമ്പ് അത്യാവശ്യം ബിസിനസ്സിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം. ഒരു മാങ്ങാത്തൊലി അറിയാതെ ഒരു സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടി കുറേ എണ്ണം ചാടി ഇറങ്ങി വട്ട് പിടിച്ച് നടന്ന് ആ സ്ഥാപനം പൂട്ടി കുറേ പേരുടെ ജോലിയും പോയി. സമാധാനമായല്ലോ ഓൺലൈൻ ഗുണ്ടായിസത്തിനും ഓൺലൈൻ പിടിപ്പുകേടിനും ഒക്കെ. കുറേ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ കിട്ടുന്ന വില കുറച്ച് കിട്ടുന്ന തുണിത്തരങ്ങൾ നഷ്ടമായി. ഇനിയിപ്പം ബ്രാൻഡഡിലോട്ട് ചാടാം. പിന്നെ ചിലർ ഇതിൻ്റെ ഇടയ്ക്ക് ബിസിനസ്സായിട്ട് എടുക്കാൻ നോക്കുന്നുണ്ട്. 200 രൂപയുടെയും 350 രൂപയുടെ പ്രോഡക്റ്റ് എടുത്തിട്ട് 10 രൂപ കുറച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അനാർക്കലിയൊക്കെ എല്ലാവർക്കും പറ്റും. 350 രൂപയ്ക്ക് കൊടുക്കുന്ന ഈ പറയുന്ന തെങ്കാശി ബേസ് ചെയ്ത് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ പേരിൽ തട്ടിപ്പുണ്ടാക്കാൻ കുറച്ച് യൂട്യൂബേഴ്സും കൂടെ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. പിന്നെ അവർ തന്നെ വ്യക്തമായിട്ട് ഇതിൽ കുറേ യൂട്യൂബേഴ്സ് എന്ന് വിലപേശിയ കാര്യം വെളിയിൽ വിട്ടിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും പുറത്താരും സംസാരിച്ചിട്ടില്ല. യൂട്യൂബേഴ്സ് ഇതൊന്നും കാണില്ല. യൂട്യൂബേഴ്സ് ഒരു സൈഡേ കാണൂ, അവരുടെ ലാഭങ്ങളെ നോക്കൂ, അവർക്ക് കൂടുതൽ പൈസ കിട്ടും. ഈ സ്ത്രീയും ഈ പുരുഷനും ലൈംഗികമായിട്ട് ഉപയോഗിച്ചെന്നോ അല്ലെങ്കിൽ ലൈംഗിക ആക്ഷേപങ്ങളൊക്കെ നടത്താൻ നേരത്ത് അതിനകത്തൊരു മനസുഖം കിട്ടും. ഇതിനകത്ത് കമൻ്റ് ഇടുന്ന കുറേ കമൻ്റോളികൾ, ഒരു ലേശം ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? എന്തായാലും പിന്നെ പറയുന്നത്, സിബി എനിക്ക് പൈസ തന്നത്. സിബി എനിക്ക് പൈസ തരാനാണെങ്കിൽ ആ സ്ഥാപനം പൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അച്ഛനോ സിബിക്കോ പൈസ കൊടുത്ത് ഈ വിഷയം ഇതാക്കാനാണെങ്കിൽ. പിന്നെ പറഞ്ഞു അതുലിന് വണ്ടി ഓഫർ ചെയ്തതെന്ന്. അവർക്കെതിരെ ഒരു കേസ്, നിങ്ങൾ ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. ഇത്രയും പേര് രജിസ്റ്റർ ചെയ്യുന്നു. ഒരു FIR ഏതെങ്കിലും ഒരു യൂട്യൂബേഴ്സ് ഇടുന്നുണ്ടോ? അപ്പോൾ ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു ഇത് വേണ്ടേ? കേസിട്ടു എന്ന് പറയുന്നത്, ഈ പറയുന്ന ആൾക്കാർ പല കേസ് വിട്ട കാര്യം നമുക്കറിയാം, മനസ്സിലായില്ലേ? ഒരെണ്ണം പോലും വന്നിട്ടില്ല. അപ്പം ഇത് എന്ന് പറയുന്ന ഒരു ബ്രാൻഡഡ് സ്ഥാപനമായ ഒരു സെലിബ്രിറ്റിയുടെ ചിലവിൽ സെലിബ്രിറ്റിയായ മറ്റൊരു സെലിബ്രിറ്റി നടത്തുന്ന ഒരു ബ്രാൻഡഡ് സ്ഥാപനത്തിന് വേണ്ടി ഒരു സ്ഥാപനം പൂട്ടിച്ചു, ഒരു ബ്രാൻഡഡ് സ്ഥാപനം. ഇനി അവർ തരുമോ ഈ പൈസയ്ക്ക്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരു സ്ഥാപനം നിങ്ങൾക്ക് ഈ പൈസയ്ക്ക് ഈ സാധനങ്ങൾ തരുമെന്ന്? ഇത്രയും കുട്ടികൾക്ക് ജോലി കൊടുക്കുമോ? കുറഞ്ഞത് 300 പേരുടെ ജോലി പോയോ?
അപ്പം ഇതിനകത്ത് ഇങ്ങനെയൊക്കെ വന്നിട്ട് പൊട്ടത്തരം പറയുന്നതുകൊണ്ടാണ് മാത്രമാണ് ഞാനിത് ഈ ഒരു വീഡിയോ ഇട്ടത്. എനിക്ക് ഇതിനകത്തൊരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ വിജയിച്ചു, സൈബർ ഗുണ്ടായിസം വിജയിച്ചു, ആ സ്ത്രീ തോറ്റു, അവരുടെ ഭർത്താവ് തോറ്റു സൈബർ ഗുണ്ടായിസത്തിൻ്റെ ഭാഗത്തിൽ നിന്ന്. പിന്നെ കുറേ മെയിൻ സ്ട്രീം ചാനലുകളൊക്കെ എടുക്കും എന്നൊക്കെ പറയുന്നത് കേട്ട്. ഈ സബ്ജക്റ്റ് എടുക്കട്ടെ, സംസാരിക്കട്ടെ, ഇനി അവർക്ക് എന്തെങ്കിലും മാനമെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ നഷ്ടമാക്കണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കുസൃതിയായിട്ടുള്ള പരിപാടികളെ നിങ്ങളെ കൊണ്ട് പറ്റൂ. അല്ലാതെ ഒരു 10 പേർക്ക് ജോലി കൊടുക്കാൻ, ഒരാൾക്ക് ജോലി കൊടുക്കാൻ ഈ ഇരുന്ന് കമൻറ്റ് ഇടുന്ന ഒരുത്തേക്കും പറ്റത്തില്ല, ഈ കൺമണിക്കും പറ്റത്തില്ല. പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എനിക്ക് കൺമണിയൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം ഇട്ട് കാണിച്ചു കൊടുക്കുക ആൾക്കാർക്ക്. പറ്റുമോ? പറ്റില്ല. കാര്യം ഇതേ കണക്കുള്ള സ്ഥാപനത്തിൽ 1-2 ദിവസം ജോലിക്ക് പോവുക, അവിടുത്തെ അവിടെ നിന്ന് ചെന്നിട്ട് ഈ പറയുന്ന വേറൊരു കൊട്ടേഷൻ എടുത്തിട്ട് അവിടെ ചെല്ലുക, അതിനകത്ത് അഭിപ്രായങ്ങൾ പറയുക, എന്നിട്ട് അവിടെ നിന്നൊരു ഇഷ്യൂ ഉണ്ടാക്കുക, വെളിയിൽ വന്നിട്ടൊരു സാധനം ഉണ്ടാക്കി കൊടുക്കുക, ഇവരെ ടാർഗറ്റ് ചെയ്തവരെ ഉപയോഗിക്കാൻ വേണ്ടി ബാക്കി കൊട്ടേഷൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തുക. ഇതാണ് സാധാരണയായിട്ട് ഇതിൽ നടക്കുന്നത്. ഇങ്ങനെ കിക്കെന്ന് പറയുന്ന സംഘടന കൊട്ടേഷൻ എടുക്കുന്നതിനെ പറ്റി ഇവിടെ ടു ഇസഡ് എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കേസാണ്. അവരെടുക്കുന്ന കൊട്ടേഷൻ അവർ ഭംഗിയായിട്ട് ഇത് ചെയ്യും. കിക്കല്ല, കിക്കിലെ ചില അംഗങ്ങൾ ഉദാഹരണം കൈസ്, സീക്രട്ട്, ഇങ്ങനെയുള്ള വ്യക്തികൾ അവരെടുത്ത കൊട്ടേഷൻ അവർ ഭംഗിയായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുള്ള പൈസ അവർക്ക് കിട്ടുന്നുണ്ട്. കമൻ്റ് തൊഴിലാളികളോട് പറയാനുള്ളത്, നഷ്ടം നിങ്ങളെന്ന് പറയുന്ന കസ്റ്റമറിനും അതുപോലെ അവിടെ നിന്ന സ്റ്റാഫുകൾക്കും മാത്രമാണ്. ഇപ്പോൾ ഈ വെളിയിൽ പോയവർ പറയുന്നത് അവരെ ഈ അകത്തിരിക്കുന്നവരെ അഫ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നു, അവരുടെ വെപ്പാട്ടികൾ അതൊക്കെയാണ്. അങ്ങനെ ആണെങ്കിൽ എനിക്കൊരു ക്വസ്റ്റ്യൻ, ഞാൻ നേരത്തെ അത് ചോദിച്ചതിനും ആരും മറുപടി നിന്നിട്ടില്ല. കൺമണി പോലും മറുപടി നിന്നിട്ടില്ല. കൺമണി ചിലപ്പോൾ ഈ ചാനൽ ചെറിയ ചാനലാണല്ലോ, കാണാതെ പോകത്തില്ല. കാര്യം എൻ്റെ അത്ര ഉള്ളൊരു ചാനലായിരുന്നു, ഈ ഒരു ഇഷ്യൂ കാരണം 10-37 ഇതൊക്കെയായി. അപ്പം മറുപടി തരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവരടക്കമുള്ളവരെല്ലാവരും പോയിട്ട് അതിനകത്ത് പോയി ലൈംഗിക സുഖങ്ങൾ അനുഭവിച്ചിട്ട് ഈ യൂട്യൂബേഴ്സിനെല്ലാം കൈയടിച്ചു കൊടുക്കുന്നുകൊണ്ടാണ് പറയുന്നത്. ലൈംഗിക സുഖങ്ങളെല്ലാം അനുഭവിച്ചിട്ട് അതെല്ലാം അനുഭവിച്ച് വെളിയിൽ വന്നപ്പോൾ ഇതൊക്കെ മോശം പ്രവൃത്തിയായി അല്ലേ? അതല്ല, അങ്ങനെ CB ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോടും ചെയ്തിട്ടുണ്ടായിരിക്കണമല്ലോ. അങ്ങനെ ഒരു പർട്ടിക്കുലർ കുറച്ച് ആൾക്കാരോട് മാത്രം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനകത്ത് ഇപ്പം നിൽക്കുന്ന സ്ത്രീകളോട് മാത്രം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കഴിഞ്ഞ 3 വർഷമായിട്ട് നടന്നു വരുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. വെളിയിലിറങ്ങി കുത്തിത്തിരിപ്പുണ്ടാക്കുക, ഒരു സാധനം നശിപ്പിക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഈ പൂട്ടിക്കൽ കമ്പനി, മലയാളി എന്ന് പറയുന്ന പൂട്ടിക്കൽ കമ്പനിക്ക് ഒരു ആശ്വാസം കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരാളും കൂടെ അല്ലെങ്കിൽ കുറച്ച് പേരുടെയും കൂടെ ജോലി കളഞ്ഞിട്ടുണ്ട്. 10 പേർക്ക് ജോലി കൊടുക്കാൻ കഴിയില്ലെങ്കിലും ഈ പരിപാടി ഇങ്ങനെ നടന്നു പോട്ടെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. തെറി വിളിക്കേണ്ടവർ ഇനിയും വിളിച്ചോണേ.